വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ. ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സ്വർഗാരോപിതയായ പരിശുദ്ധ ദൈവമാതാവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ 15-ാം തീയതി, ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ചിന്തിക്കുന്നതും അമ്മയുടെ മാധ്യസ്ഥം തേടുന്നതും അമ്മയോട് പ്രാർത്ഥിക്കുന്നതും ഒത്തിരി ഉചിതമാണ്. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗയാത്ര തുടങ്ങി. ഇതാ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അമ്മ സ്വർഗാരോപണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഈ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ, സ്വർഗയാത്രയിൽ ഞങ്ങളെയും സഹായിക്കണമേ എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വചനമാണ് നമ്മൾ ധ്യാന വിഷയമായി എടുക്കുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താണ് അമ്മ വിശ്വസിച്ചത്? അമ്മ വചനത്തെയാണ് വിശ്വസിച്ചത്. അമ്മ വചനത്തെ വിശ്വസിച്ചപ്പോൾ അമ്മ ഭാഗ്യവതിയായി തീർന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്, അബ്രാഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്, അബ്രാഹം വചനം വിശ്വസിച്ചപ്പോൾ അബ്രാഹം ഭാഗ്യവാനായി തീർന്നു എന്ന്. എന്താണ് ഈ വിശ്വാസം? അല്ലെങ്കിൽ അമ്മ എന്തെല്ലാം കാര്യങ്ങളിലാണ് വിശ്വാസം അർപ്പിച്ചത്, വിശ്വാസവതിയായി തീർന്നത്? സുവിശേഷങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം മുഴുവൻ വിശ്വാസത്തിന്റെ ഒരു ജീവിതമായിരുന്നു. മംഗളവാർത്ത തിരുനാളിന്റെ സമയത്തും ഈജിപ്തിലേക്കുള്ള പാലായന സമയത്തും കാനായിലെ കല്യാണ വിരുന്നിലും കുരിശിന്റെ ചുവട്ടിലും അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയായിരുന്നു. എന്താണ് അമ്മ വിശ്വസിച്ചത്? വചനം മാംസമാകുന്ന ദൈവത്തെ വിശ്വസിച്ചു. തന്നിൽ ദൈവത്തിന് പിറക്കുവാൻ പറ്റുമെന്നും യേശുവിന് വചനമായി അവതരിക്കാൻ പറ്റുമെന്നും അമ്മ വിശ്വസിച്ചു. പിതാവായ ദൈവത്തെക്കുറിച്ച് അമ്മ വിശ്വസിച്ചു. പുത്രനായ ദൈവത്തെക്കുറിച്ച് അമ്മ വിശ്വസിച്ചു. പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് അമ്മ വിശ്വസിച്ചു. വീണ്ടും സ്വർഗത്തെക്കുറിച്ചും സ്വർഗാരോപണത്തെക്കുറിച്ചും സ്വർഗീയ സത്യങ്ങളെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചും അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റി. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിന് ഇപ്രകാരം വിശ്വസിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വചനം ഇപ്രകാരമാണ്. യേശു പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, കർത്താവേ, പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എന്തെന്നാൽ അങ്ങ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന് ഇക്കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റിയത് പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുക, പുത്രന് ജന്മം നൽകുക എന്ന്
അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത്, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞത്, പിതാവായ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞത്, പുത്രനായ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞത്, പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞത്, കൂദാശകളിലെ ദൈവികത മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യം ലഭിച്ചത് അമ്മയുടെ ഹൃദയം ശിശുസഹജമായതുകൊണ്ടാണ്. ശിശുസഹജമുള്ളവർക്ക് ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധ ദൈവമാതാവ് ഇക്കാര്യങ്ങൾ ധ്യാനിച്ചു, ചിന്തിച്ചു, ജീവിച്ചു കൊടുത്തു. നമ്മളും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും വചനത്തെ സ്വീകരിച്ചുകൊണ്ട്, വചനത്തെ ചിന്തിച്ചുകൊണ്ട്, വചനത്തിൽ ജീവിച്ചുകൊണ്ട് വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. രണ്ടാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ വിശ്വാസ ജീവിതത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ ദൈവമാതാവ് എപ്രകാരമാണ് ഭാഗ്യവതിയായത്, വിശ്വാസത്തിൽ അടിയുറച്ച് വചനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് ഭാഗ്യവതിയായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് രണ്ടാമത്തെ വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി. ദൈവകൃപ നിറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കുക എന്നാണ്. കാരണം വചനം തന്നെ രേഖപ്പെടുത്തുന്നു. 8-ാമത്തെ വാക്യത്തിൽ തുടരുന്നത് ഇങ്ങനെയാണ്: ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് എന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം എന്നിലുള്ള അവസ്ഥയാണ് ദൈവകൃപയിൽ ജീവിക്കുന്ന വ്യക്തി. പരിശുദ്ധ ദൈവമാതാവ് ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ്, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ്, ദൈവ സാന്നിധ്യത്താൽ ജീവിച്ച വ്യക്തിയാണ്. ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു ജീവിക്കേണ്ടവരാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അതിന് കുറവുകൾ ഒരു പ്രശ്നമല്ല, നമ്മുടെ ബലഹീനത ഒരു പ്രശ്നമല്ല. നമുക്ക് കാണാൻ പറ്റും ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ മംഗളവാർത്ത, യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിന്റെ തുടക്കം 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അപ്പോഴമ്മ പറയാ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ദൈവദൂതൻ പറയാ, കർത്താവ് നിന്നോടുകൂടെ, കർത്താവിന്റെ സാന്നിധ്യം നിന്നോടുകൂടെയുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കും ഈ അനുഭവം ഉണ്ടാകുന്നത്. കർത്താവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവകൃപ എന്നിൽ നിറയും, ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ നിറയും. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയും. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവ സാന്നിധ്യത്തിൽ നിറയുന്നത് കർത്താവ് എൻ്റെ ബലഹീനതകളിലും എൻ്റെ കുറവുകളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. നമുക്ക് പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സാമുവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതാണ്, അഭിഷേകം ചെയ്യുന്നതാണ്. ദാവീദിന്റെ മറ്റ് 7 സഹോദരന്മാരും, കഴിവുള്ള 7 സഹോദരന്മാരും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരല്ലാതെ, ദൈവം തിരഞ്ഞെടുക്കാതെ വന്നപ്പോൾ അവസാനത്തെ പുത്രനായ ദാവീദിനെ വിളിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവനെ അഭിഷേകം ചെയ്യുക, കാരണം ദൈവത്തിന്റെ ആത്മാവ്, എന്റെ സാന്നിധ്യം ഇവനിലുണ്ട്. അവന്റെ കുറവുകളല്ല കർത്താവ് നോക്കുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. മോശയുടെ ജീവിതം, മോശയെ വിളിക്കുകയാണ്. മോശയെ വിളിച്ചിട്ട് കർത്താവ് പറയുകയാണ്, നീ ഈജിപ്തിലേക്ക് പോയിട്ട് എന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരിക. മോശ പറയുക, കർത്താവേ, ഇതെങ്ങനെ പറ്റും? ഞാൻ ഇങ്ങോട്ട് ഒളിച്ചോടി വന്നതാണ്. ഞാൻ ഈജിപ്തുകാരനെ വധിച്ചതിനു ശേഷം ഫറവോയിൽ നിന്നും ഒളിച്ചോടി വന്ന വ്യക്തിയാണ്. ഞാൻ എങ്ങനെ ആ ഫറവോയുടെ അടുത്തേക്ക് പോകും? അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരെന്നെ വെറുതെ വെച്ചേക്കുകയില്ല. അതുമല്ല, എനിക്ക് വചനം പറയുവാനുള്ള, അങ്ങയുടെ സന്ദേശം കൊടുക്കുവാനുള്ള, പറയുവാനുള്ള കഴിവും എനിക്കില്ല എന്ന്. അപ്പോൾ കർത്താവ് പറയുകയാണ്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിന്റെ ബലഹീനത എനിക്കൊരു കുഴപ്പമല്ല. കർത്താവ് നിന്നോട് കൂടെയുണ്ട്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്,
മിദിയാക്കാരുടെ കയ്യിൽ ആയിക്കൊണ്ട് ഇസ്രായേൽ ജനം അവരുടെ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഹിദയോനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്, വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മിദിയാനിക്കാരുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്തുവാൻ നിനക്കേ കഴിയുകയുള്ളൂ. കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാനാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നത്. നീ ഒരു വ്യക്തി ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള ശക്തി നിനക്ക് ലഭിക്കും. കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ്, കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചത് എന്തിനാണ്? യേശു പറയുകയാണ്, തന്നോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനുമായി അവരെ യേശു വിളിച്ചു. തന്നോടുകൂടെ ആയിരിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ വേണ്ടി. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാര് യേശുവിനെ വന്ന് കണ്ട് അവനോടൊപ്പം താമസിച്ചു. അതിനുശേഷം അവർ യേശുവിന്റെ കൂടെ ജീവിച്ചു എന്ന്, യേശുവിന്റെ ശിഷ്യന്മാരായി പിന്തുടർന്നു എന്ന്. ഈ വചനങ്ങളെല്ലാം, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വചനങ്ങളെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ എന്നിലുണ്ടെങ്കിൽ എനിക്കും വിശ്വസിക്കാൻ പറ്റും, എനിക്കും വചനത്തെ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഞാനും ഭാഗ്യവാനാകും, ഞാനും ഭാഗ്യവതിയായിത്തീരും. ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ എന്നിലുണ്ടെങ്കിൽ എനിക്കും വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് വചനം സ്വീകരിച്ചുകൊണ്ട് ഭാഗ്യവാനും ഭാഗ്യവതിയുമായി തീരാൻ പറ്റും. പരിശുദ്ധ അമ്മ ദൈവകൃപയുള്ളവളായി തീർന്നു. ദൈവകൃപയുള്ളവൾ, ദൈവ സാന്നിധ്യമുള്ള വ്യക്തിയായി തീർന്നു. കാരണം പരിശുദ്ധ ദൈവമാതാവിൽ യേശുവിന്റെ വചനത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നമുക്ക് വിചിന്തനം നടത്താം, നമുക്കും ഈ ദൈവ സാന്നിധ്യമുണ്ടോ? എന്റെ ബലഹീനതകളിലും എന്റെ കുറവുകളിലും ദൈവം എന്നിൽ സന്നിഹിതനാണോ? ദൈവത്തിന്റെ കൃപ എന്നിലുണ്ടോ എന്ന്. ദൈവം നമ്മിൽ ഓരോ നിമിഷവും സന്നിഹിതനാണ്. വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മുടെ യോഗ്യതകളും പാവാവസ്ഥകളും കുറവുകളും ഒന്നും പരിഗണിക്കാതെ ദിവ്യകാരുണ്യമായിട്ട് എന്റെ ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ കുർബാനയായിട്ട് ദൈവ സാന്നിധ്യമായിട്ട് എന്റെ ഹൃദയത്തിലും ഉദരത്തിലും എന്നിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്നിലുണ്ട്, ദൈവകൃപ എന്നിലുണ്ട്. ഈ ദൈവകൃപ മനസ്സിലാക്കി ദൈവത്തിന് തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നത്. പരിശുദ്ധ ദൈവമാതാവ് കെരവന്ത എന്ന സ്ഥലത്ത് വെച്ച് കൊണീത്ത കൊൻസാലത്ത് എന്ന ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: എന്നെ നേരിട്ട് കാണുന്നതിനേക്കാൾ നിങ്ങളുടെ ആത്മാവിന് സന്തോഷം നൽകുന്നത് ദിവ്യകാരുണ്യത്തിൽ സത്യമായിട്ടും ക്രിസ്തു യേശു എന്റെ പ്രിയപുത്രൻ സത്യമായിട്ട് എഴുന്നള്ളി വരുന്നു എന്ന് വിശ്വസിക്കുന്നതാണ്. അമ്മ കൊണീത്ത കൊൻസാലത്ത് എന്ന ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, എന്നെ നേരിട്ട് കാണുന്നതിനേക്കാൾ നിങ്ങളുടെ ആത്മാവിന് സന്തോഷം നൽകുന്നത് ദിവ്യകാരുണ്യത്തിൽ സത്യമായിട്ടും ക്രിസ്തു യേശു ജീവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ സാന്നിധ്യബോധം, ഈ അവബോധമാണ് നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമതായിട്ട് ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, എലിസബത്ത് പറയുകയാണ്, നീ അനുഗ്രഹീതയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത. 42-ാമത്തെ വാക്യത്തിലാണ് നാം വായിച്ചു കേട്ടത്. ദൈവകൃപയുള്ള വ്യക്തികളാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവകൃപയുള്ളവർ, ദൈവ സാന്നിധ്യമുള്ളവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ, അനുഗ്രഹിക്കുന്നവർ. പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അനുഗ്രഹിച്ചവളാണ്. പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹിക്കപ്പെട്ടത് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം അവളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നമ്മളും അനുഗ്രഹിക്കേണ്ടവരാണ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ, മറ്റുള്ളവരെ ആശീർവദിക്കുവാനും അവർക്ക് വേണ്ടി നന്മ പറഞ്ഞു കൊടുക്കുവാനും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവരുമാണ് നാം. പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹീതയായിരുന്നു, മറ്റുള്ളവരെ അനുഗ്രഹിച്ചു. എങ്ങനെയാണ്? ദൈവ സാന്നിധ്യം, ദൈവകൃപ മനസ്സിലാക്കിക്കൊണ്ട്.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ വഴി എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ വഴി എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, അമ്മയെക്കുറിച്ച് നമ്മൾ വിചിന്തനം നടത്തുമ്പോൾ, അമ്മയോട് മാധ്യസ്ഥം തേടുമ്പോൾ, അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടായിരിക്കണം, പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. കാരണം അവൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചവളാണ്, ദൈവകൃപയിൽ ജീവിച്ചവളാണ്. അതുകൊണ്ട് തന്നെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു. ഈ ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റിയ, വചനത്തിന്റെ സാന്നിധ്യം എന്നിൽ മനസ്സിലാക്കാൻ പറ്റിയാൽ നാമും അനുഗ്രഹിക്കപ്പെടും, നമ്മളും അനുഗ്രഹിക്കുന്നവരായി തീരും. നമുക്കും ആ ഒരു ബോധ്യമുണ്ടായിരിക്കാം. പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളുകൾ നമ്മൾ എല്ലാ മാസത്തിലുമുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിലെ 12 മാസത്തിലും എല്ലാ മാസത്തിലും ഓരോ തിരുനാളുകളുണ്ട്. ജനുവരി 1-ാം തീയതി നമുക്കറിയാം പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ, പരിശുദ്ധ ദൈവമാതാവിന്റെ മാതൃത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ ലൂർദ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. മാർച്ച് മാസത്തിൽ മാർച്ച് 25-ാം തീയതി മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നു. ഏപ്രിൽ മാസത്തിലും മാതാവിന്റെ പ്രത്യേക വണക്കമാസമായി നമ്മൾ കണക്കാക്കുന്നു. മെയ് മാസത്തിൽ മെയ് മാസ വണക്കം നമ്മൾ ആചരിക്കുന്നു. അതേപോലെ തന്നെ ജൂലൈ 16-ാം തീയതി കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. സെപ്റ്റംബർ 8-ാം തീയതിയും നമ്മൾ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു. അതേപോലെ ഒക്ടോബർ 7-ാം തീയതിയും ജപമാല തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. നവംബർ 21-ാം തീയതി കാണിക്ക മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാ മാസത്തിലും പരിശുദ്ധ ദൈവമാതാവിന്റെ ഓരോ തിരുനാളുകളുണ്ട്. എന്തുകൊണ്ടാണ് തിരുസഭ യേശുവിന്റെ തിരുനാളുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളാണ്? എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളുകൾ ഇത്ര ആഘോഷിക്കുന്നത്? അല്ലെങ്കിൽ തിരുസഭാ മാതാവ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അമ്മയുടെ ജപമാല ചൊല്ലി അമ്മയോട് ചേർന്ന് ആയിരിക്കുവാൻ വേണ്ടി തിരുസഭ നമ്മളെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നത്? കാരണം എന്താണെന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലുണ്ട്, താൻ സ്നേഹിച്ച ശിഷ്യനും തൻ്റെ അമ്മയും കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യേശു നമുക്ക് അമ്മയായിട്ട് തന്നിരിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ അതുകൊണ്ടാ പറയുന്നത്, വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ അമ്മയുടെ മരണത്തിന് ശേഷം പറയുകയാണ്, എനിക്ക് പുതിയൊരമ്മയെ കിട്ടി, എനിക്ക് എൻ്റെ അമ്മയെ കിട്ടി, എനിക്ക് ഒരമ്മയുണ്ട്, പരിശുദ്ധ ദൈവമാതാവ്. വീണ്ടും വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുകയാണ്, അമ്മയെക്കാളും ഭാഗ്യവതിയാണ്, പരിശുദ്ധ ദൈവമാതാവിനേക്കാളും ഭാഗ്യവതിയാണ് ഞാൻ. കാരണം എനിക്ക് സ്വർഗത്തിലൊരമ്മയുണ്ട്, എനിക്ക് സ്വർഗത്തിലൊരമ്മയുണ്ട്. എന്നാൽ അമ്മയ്ക്കൊരു വേറൊരമ്മ ഇല്ല. ഞാൻ അമ്മയെക്കാളും ഭാഗ്യവതിയാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യമാണ് നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് ഒരു അമ്മയുണ്ട്. നമുക്ക് മാധ്യസ്ഥം വഹിക്കുവാനായി പരിശുദ്ധ അമ്മ നമുക്കെന്നുമുണ്ട്. നമ്മൾ അമ്മയിലേക്ക് വിശുദ്ധിയിൽ വളരുന്നതിനു വേണ്ടി, ദൈവ സാന്നിധ്യവും ദൈവകൃപയും മനസ്സിലാക്കി ജീവിക്കുന്നതിനു വേണ്ടി നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളുകൾ ഓരോ മാസവും നമ്മൾ ആഘോഷിക്കുമ്പോൾ, അമ്മയുടെ ജപമാല ചെല്ലുമ്പോൾ നമുക്കും അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. അമ്മയുടെ മാധ്യസ്ഥം തേടുന്നവരെ അമ്മ ഒരിക്കലും കൈവിടുകയില്ല. അമ്മ യേശുവിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മെ നടത്തും. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അമ്മയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. അമ്മയുടെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഭക്തനായിരുന്നു. അതിലുപരിയായിട്ട് അമ്മ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഒത്തിരി
ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർത്തിയതാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക അനുഗ്രഹം മാർപ്പാപ്പയിലുണ്ടായിരുന്നു. മാർപ്പാപ്പ തന്നെ തന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആപ്തവാക്യം ഒരുപക്ഷെ നിങ്ങൾക്കറിയുമായിരിക്കും. ആപ്തവാക്യം ഇതായിരുന്നു: തോത്തൂസ് തൂവൂസ് മരിയേ. തോത്തൂസ് തൂവൂസ് മരിയേ എന്ന് പറഞ്ഞാൽ, മറിയമേ, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാണ്. ഈ ആപ്തവാക്യം എടുക്കുന്നതിന് പിന്നിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സ്വാധീനിച്ച ഒരു സംഭവമുണ്ട്. നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഴയ പേര് കരോളായിരുന്നു. കരോൾ ചെറുപ്പത്തിലെ അവന്റെ മാതാപിതാക്കന്മാർ മരിച്ചുപോയിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നമുക്കറിയുന്നതാണ്. അങ്ങനെ കരോളിന്റെ മാതാപിതാക്കന്മാർ മരിച്ചുപോയപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കൊണ്ടും പഠിക്കാൻ പറ്റാതെ വന്നപ്പോൾ കരോൾ ഒരു പാറമടയിൽ കല്ല് പൊട്ടിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ കല്ല് പൊട്ടിക്കാൻ പോയപ്പോൾ ഒരു ദിവസം കല്ല് പൊട്ടിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു ലോറി വന്ന് കരോളിനെ ഇടിച്ചിട്ടിട്ട് പോയി. കരോളിനാകെ വിഷമമായി. കരോൾ അവിടെ നിന്ന് എണീറ്റ് നിന്ന് നോക്കിയപ്പോൾ തന്റെ ഇടവക ദേവാലയമാണ് കണ്ടത്. ആ ഇടവക ദേവാലയത്തിന്റെ മുന്നിലേക്ക് നോക്കിയപ്പോൾ പരിശുദ്ധ ദൈവമാതാവിന്റെ ഒരു രൂപം കണ്ടു. അവിടെ നിന്നുകൊണ്ട് കരോള് പറഞ്ഞു, അമ്മേ, എനിക്ക് ആരുമില്ല. അമ്മേ, എനിക്ക് അപ്പച്ചനില്ല, എനിക്ക് അമ്മച്ചിയില്ല, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. അമ്മേ, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാണ്, നീ പൂർണ്ണമായിട്ടും എന്റേതാണ്. അമ്മേ, എനിക്ക് ആരുമില്ല, എനിക്ക് അമ്മയില്ല, അപ്പനില്ല. അമ്മേ, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാണ്, നീ പൂർണ്ണമായിട്ടും എന്റേതാണ്. അതാണ് തോത്തൂസ് തൂവൂസ് മരിയേ. തന്റെ ആപ്തവാക്യമായിട്ട് മാർപ്പാപ്പ കരോൾ ഈ വചനമെടുത്തു. ആ കരോളിനെ പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹിച്ചു. അനുഗ്രഹീതയായിരുന്ന പരിശുദ്ധ ദൈവമാതാവ് കരോളിനെ അനുഗ്രഹിച്ചു. അവൻ സെമിനാരിയിൽ ചേർന്നു, വൈദികനായി, മെത്രാനായി, കർദിനാളായി, മാർപ്പാപ്പയായി, അതിനുശേഷം വാഴ്ത്തപ്പെട്ടവനായി, ഇതാ ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് അമ്മയോട് ചോദിക്കുമ്പോൾ, അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ, അമ്മേ, ഞാൻ നിന്റേതാണ്, നീ എൻ്റെ അമ്മയാണ് എന്ന് പറയാൻ കഴിഞ്ഞാൽ, അമ്മയുടെ മാധ്യസ്ഥം തേടാൻ കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അമ്മ നമ്മെ ഒരു വശത്ത് വളർത്തിക്കൊണ്ടിരിക്കും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധിയിലേക്ക് വളരാൻ കഴിഞ്ഞെങ്കിൽ അതിൽ അമ്മ ഒത്തിരി മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ടാവും. പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടും പ്രത്യേകം മാധ്യസ്ഥം വഹിച്ചത് കൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധിയിലേക്ക് വളർന്നത്. ഒരു വശത്ത് അമ്മ ആത്മീയമായി വളർത്തുമ്പോൾ മറുവശത്ത് അമ്മ സംരക്ഷിക്കുകയും ചെയ്യും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം, സംരക്ഷണത്തിന്റെ അനുഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അലി അക്കയുടെ കയ്യിൽ നിന്നും വെടിയേറ്റപ്പോൾ അതിനുശേഷം ആശുപത്രിയിൽ നിന്നും സുഖപ്പെട്ടതിന് ശേഷം മാർപ്പാപ്പ തന്നെ രേഖപ്പെടുത്തുകയാണ്, അമ്മ എന്നെ സംരക്ഷിച്ചു എന്ന്. അതിനുശേഷം ഒരു വെടിയുണ്ട എടുത്ത് അമ്മയുടെ കിരീടത്തിന്റെ മുകളിൽ വയ്ക്കുകയും ചെയ്തു. അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ, അമ്മയുടെ സഹായം തേടുമ്പോൾ, അമ്മയുടെ അനുഗ്രഹം തേടുന്ന വ്യക്തികളെ ഒരു വശത്ത് അമ്മ ഉയർത്തും, സഹായിച്ചുകൊണ്ടിരിക്കും. അമ്മ വിശുദ്ധിയിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കും. മറുവശത്ത് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. അമ്മയുടെ മാധ്യസ്ഥം തേടുക. അമ്മ നമ്മളെ ഓരോ നിമിഷവും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാര് പറയുന്നത്, യേശുവിലേക്കുള്ള കുറുക്ക് വഴിയാണ് പരിശുദ്ധ ദൈവമാതാവ്. യേശുവിലേക്കുള്ള ഒരു കുറുക്ക് വഴിയാണ് പരിശുദ്ധ ദൈവമാതാവ്. അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ, അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. അമ്മയോട് ചോദിക്കുമ്പോൾ, അമ്മ വഴി ദൈവത്തോട് ചോദിക്കുമ്പോൾ യേശുവിന് നിരസിക്കാൻ പറ്റുകയില്ല. അതിനേറ്റവും വലിയ ഉദാഹരണമാണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവമാണ് ലൂർദിലെ അത്ഭുതം. ലൂർദിന്റെ പ്രത്യേകത നമുക്കറിയാം. പരിശുദ്ധ ദൈവമാതാവിന്റെ ജപമാല ചൊല്ലിയതിനു ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ സമയത്ത് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുമ്പോൾ, ജപമാല ചൊല്ലിക്കൊണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുമ്പോൾ ഒത്തിരി വ്യക്തികൾ മാനസാന്തരപ്പെടുന്നുണ്ട്. ഒത്തിരി വ്യക്തികൾക്ക് അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. ഒത്തിരി വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കാറുണ്ട്. അതാണ് ലൂർദിന്റെ പ്രത്യേകത. അവിടെ നടന്ന ഒരു സംഭവം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും.
തളർവാത രോഗം പിടിച്ച ഒരു ബാലിക, അവളുടെ മാതാപിതാക്കന്മാര് അവളെ ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു അവൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനായിട്ട്. ഒന്നാമത്തെ ദിവസം പരിശുദ്ധ ദൈവമാതാവിന്റെ ജപമാല ചൊല്ലിയതിനു ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന അവിടെ അവളെ കൊണ്ടുവച്ചിട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, നീ യേശുവിനോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ മോള് പ്രാർത്ഥിച്ചു, യേശുവേ എനിക്ക് സൗഖ്യം നൽകണമേ എന്ന്. ആദ്യത്തെ ദിവസം അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസവും ഇതേപോലെ അവളുടെ മാതാപിതാക്കന്മാര് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. അന്നും അവൾ പ്രാർത്ഥിച്ചു, യേശുവേ എനിക്ക് സൗഖ്യം നൽകണമേ. അന്നും അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസം അവളുടെ മാതാപിതാക്കന്മാര് ജപമാല ചൊല്ലി അതിനുശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അവളെ ഇരുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ അവൾ പ്രാർത്ഥനയിൽ ഒരു മാറ്റം വരുത്തി. അവൾ പ്രാർത്ഥിച്ചു, യേശുവേ എനിക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും സൗഖ്യം തന്നില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം പ്രാർത്ഥിച്ചു, എനിക്ക് നീ സൗഖ്യം തന്നില്ല. ഇന്ന് നീ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് പരാതി പറയും. ഇന്ന് നീ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പരാതി പറയും. അവൾക്ക് സൗഖ്യം കിട്ടി. സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഒരിക്കലും, യേശുവിന് ഒരിക്കലും നിരസിക്കുവാൻ പറ്റുകയില്ല. കാരണം യേശു തന്നെയാണ് ആ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് തന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഇതാ നിന്റെ അമ്മ. നമ്മോട് പറയുക, ഇതാ നിന്റെ അമ്മ. അമ്മ രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സകരക്ഷകയായ അമ്മ നമ്മെ ഓരോ നിമിഷവും സംരക്ഷിക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ആ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ആ അമ്മ നമ്മെ സഹായിക്കും. രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവമായ രക്ഷാകര ചരിത്രത്തിലെ സകരക്ഷകയായ അമ്മ നമ്മളെ ഓരോ നിമിഷവും വഴി നടത്തിക്കൊണ്ടിരിക്കും. ഒരു വശത്ത് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും, മറുവശത്ത് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. യേശു തന്ന 2 സമ്മാനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ദൈവമാതാവ്, രണ്ടാമത്തതാണ് പരിശുദ്ധാത്മാവ്. യേശു തന്ന ഈ സമ്മാനം നമുക്ക് സ്വീകരിക്കാം. ഈ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ പറയാം, എനിക്കും ഒരു അമ്മയുണ്ട്, സ്വർഗത്തിൽ എനിക്കൊരു അമ്മയുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എന്നെ വഴി നടത്തുവാൻ, എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ എനിക്കും ഒരു അമ്മയുണ്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മ നമ്മെ വിശ്വാസത്തിലേക്ക്, പരിശുദ്ധ അമ്മ നമ്മെ യേശുവിലേക്കാണ് അടുപ്പിക്കുന്നത്. അതാണ് കൊണീത്ത കൊൺസാലത്ത് എന്ന ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ പറയുന്നത്, എന്നെ കാണുന്നതിനേക്കാൾ, നേരിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ നിങ്ങളുടെ ആത്മാവിന് സന്തോഷം നൽകുന്നത് ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തു യേശു ജീവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് എന്ന് നമുക്കും ആ ബോധ്യമുണ്ടായിരിക്കാം. അമ്മ നമ്മെ ദിവ്യകാരുണ്യത്തിലേക്കാണ് അടുക്കുന്നത്. അമ്മയോട് ചേർന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത്, നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. കാരണം അമ്മ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച വ്യക്തിയായിരുന്നു, ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ച വ്യക്തിയാണ്, ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ അമ്മ അനുഗ്രഹീതയായിരുന്നു. ആ അനുഗ്രഹീതയായ അമ്മ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് ചോദിക്കാം. സുവിശേഷ വചനത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും പിതാവായ ദൈവത്തിന്റെ പ്രവർത്തനം കാണുന്നു, പുതിയ നിയമത്തിൽ യേശുവിന്റെ പ്രവർത്തനം കാണുന്നു, അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. യേശുവിന്റെ മരണത്തിനും ഉയർപ്പിനും ശേഷം പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഇന്ന് സഭയിൽ കാണുന്നത്. പുതിയ നിയമത്തിൽ ദൈവം നേരിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം എവിടെ വെച്ചാണെന്ന്. കാനായിലെ കല്യാണ വിരുന്നിൽ. പഴയ നിയമത്തിലൊന്നും ദൈവം നേരിട്ട് വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ദൈവം തന്നെയായ യേശു, ദൈവം നേരിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാ. അവിടെ അമ്മയുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നമുക്കും അമ്മയോട് മാധ്യസ്ഥം തേടാം. അമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. രണ്ടാമതായിട്ട്
യേശുവിന്റെ മരണത്തിനും ഉയർപ്പിനും ശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് ശിഷ്യന്മാരിലേക്ക് എഴുന്നള്ളി വരുന്നത് പെന്തക്കോസ്താ ദിനമാണ്. അന്ന് അപ്പസ്തോലന്മാർ പരിശുദ്ധ ദൈവമാതാവിനോട് കൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത്. നമുക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയണമെങ്കിൽ, ആത്മാവിനാൽ നിറയണമെങ്കിൽ നമുക്കും അമ്മയോട് ചേർന്നിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കും ആത്മാവിനാൽ നിറയാൻ പറ്റും. അതിനാൽ ഈ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയും അതേപോലെ ഓരോ മാസവും തിരുസഭ അമ്മയുടെ തിരുനാളുകൾ തന്നുകൊണ്ട് അമ്മയിലേക്കുള്ള ഭക്തിയിൽ വളരുവാൻ വേണ്ടി, അമ്മയിൽ ആശ്രയിച്ച് അമ്മയുടെ അനുഗ്രഹം സ്വീകരിച്ച് വളരുവാൻ വേണ്ടി തിരുസഭ നമ്മോട് പറയുന്നതിന്റെ കാരണം, അമ്മയിലൂടെ നമുക്കൊത്തിരി അനുഗ്രഹം കിട്ടും. അമ്മ ദൈവ കൃപ നിറഞ്ഞവളായിരുന്നു. അമ്മ ദൈവ സാന്നിധ്യമുള്ളവളായിരുന്നു. അമ്മ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു. ആ അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ജപമാലയിലൂടെ നമുക്കും വിശ്വാസത്തില് അമ്മയിലുള്ള ഭക്തിയിൽ വളർന്നു വരാം. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. വിശുദ്ധ ഡോൺ ബോസ്കോ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിച്ചാലും ഞാൻ ജപമാല മാത്രം ഉപേക്ഷിക്കുകയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏതെല്ലാം പ്രവൃത്തികൾ ഉപേക്ഷിച്ചാലും ജപമാല മാത്രം ഉപേക്ഷിക്കുകയില്ല. കാരണം എന്റെ ജീവിതം അധിഷ്ഠിതമായിരിക്കുന്നത്, എന്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അധിഷ്ഠിതമായിരിക്കുന്നത്, അടങ്ങിയിരിക്കുന്നത് ജപമാലയിലാണ് എന്ന്. ജപമാല ഭക്തിയിൽ വളരാം. അമ്മയിലുള്ള പൂർണ്ണമായിട്ടുള്ള ആശ്രയബോധത്തിൽ നമുക്ക് വളരാം. നല്ല അമ്മ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം യേശു നമുക്ക് തന്ന ഈ ദാനം സ്വീകരിച്ചുകൊണ്ട്, അമ്മയെ സ്വീകരിച്ചുകൊണ്ട്, നമുക്കും ദൈവഭക്തിയിൽ, വിശ്വാസത്തിൽ, ദൈവവചനം സ്വീകരിച്ചുകൊണ്ട്, ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാം. അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.